ആത്മീയമാമുണർവാലേ ദീപ്തമാക്കണേ. വചനം മഴയായി പെയ്യും, കൃപതൻ നിറവായൊഴുകും. വിടുതൽ നൽകുന്ന വചനം, അറിവിൻ്റെ പൊരുളാകും വചനം. സൗഖ്യമാ ജീവന. ആത്മീയ ഉണർവ്. യേശുവിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ലൂക്കാ സുവിശേഷം 19-ാം അധ്യായം 8-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണുകയാണ്. സക്കേവൂസ് യേശുവിൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് ഇപ്രകാരം പറഞ്ഞു: കർത്താവേ, ഇതാ എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. സക്കേവൂസ് യേശുവിൻ്റെ സാന്നിധ്യത്തിൽ ഒരു സത്യം തിരിച്ചറിഞ്ഞു. തൻ്റെ കൈവശമുള്ള സമ്പത്ത് തൻ്റേതല്ല, അന്യായം വഴിയായിട്ട് അനീതി വഴിയായി സമ്പാദിച്ചവയാണ്. അന്യായത്തിലൂടെ അനീതിയിലൂടെ സമ്പാദിച്ച സമ്പത്ത് എനിക്ക് പ്രയോജനപ്പെടുകയില്ലെന്ന് അവന് മനസ്സിലായി. അവിശ്വസ്തതയിലൂടെ നേടിയ സമ്പത്ത് ഫലം ഗ്രഹിക്കാതെ പോകും എന്ന് അവന് മനസ്സിലായി. അവൻ തീരുമാനമെടുത്തു. താൻ ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കുന്നു എന്ന് മാത്രമല്ല, ഇത്രയും നാൾ താൻ ചെയ്ത തെറ്റിന് പരിഹാരം എന്നവണ്ണം അവർക്ക് 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കാൻ തയ്യാറായി. താൻ ചെയ്ത എല്ലാ പാപത്തിനും പ്രായശ്ചിത്തം ചെയ്യുന്ന ഒരു മനോഭാവമാണ് നമ്മൾ ഇപ്പോൾ സക്കേവൂസിൻ്റെ ഈ തീരുമാനത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുക. അനീതിയിലൂടെയും അന്യായത്തിലൂടെയും സമ്പാദിച്ച സമ്പത്ത് നല്ലതല്ല എന്ന ദൈവത്തിൻ്റെ ആഹ്വാനത്തെ സ്വീകരിച്ച് ഇതാ സക്കേവൂസ് പറഞ്ഞു: എൻ്റെ സമ്പത്തിൻ്റെ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ദരിദ്രർക്ക് ദാനധർമ്മം ചെയ്യാനായിട്ട് അവൻ തയ്യാറായി. പ്രായശ്ചിത്തത്തിൻ്റെ ഒരു അരൂപിയെ സക്കേവൂസിൻ്റെ ഈ പ്രവൃത്തിയിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന പല പരാജയങ്ങൾക്ക് പിന്നിലും കാരണം നാം അർഹിക്കാത്ത സമ്പത്ത് ഒരുപക്ഷെ നമ്മുടെ കൈവശം വന്നു ചേരുകയും അത് നാം ഇന്ന് അനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതെല്ലാം നമുക്ക് തടസ്സങ്ങളായിട്ട്, ദൈവാനുഗ്രഹത്തിൻ്റെ തടസ്സങ്ങളായിട്ട് നമ്മളിൽ തന്നെ നിലനിൽക്കും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നാം സമ്പാദിച്ച ഈ സമ്പത്ത് തിരിച്ചു കൊടുക്കുക മാത്രമല്ല, ചെയ്ത പാപത്തിന്, നമ്മളോ നമ്മുടെ പൂർവികരോ ചെയ്ത പാപത്തിന് നമ്മളാൽ കഴിയും വിധം പ്രായശ്ചിത്തം ചെയ്യാൻ കൂടെ നമുക്ക് ഓരോരുത്തർക്കും കടമയുണ്ട്. പ്രായശ്ചിത്ത പ്രവൃത്തികൾ ചെയ്യണമെന്ന് സഭ നമ്മളെ ഓരോരുത്തരെയും ഉദ്ബോധിപ്പിക്കുന്ന, ദൈവിക ചൈതന്യം നമുക്ക് നൽകുന്ന ഒരു കാലഘട്ടമാണ് നോമ്പ് കാലഘട്ടത്തെ സഭ നമുക്ക് വേണ്ടിയിട്ട് തന്നിരിക്കുന്നത്. ഓരോ വർഷവും നോമ്പ് ആചരണ കാലഘട്ടത്തിൽ പ്രായശ്ചിത്ത പ്രവൃത്തികളിലൂടെ തങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം, തങ്ങളുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിക്കുകയാണ്. സഭ നമ്മളെ അതിനെ ഓരോരുത്തരെയും ഒരുക്കുകയാണ്. ബൈബിളിൽ വളരെ വ്യക്തമായും ശക്തമായും നൽകുന്ന ഒരു ആത്മീയ സന്ദേശമാണ് നമ്മൾ പ്രായശ്ചിത്തം ചെയ്യണം എന്നുള്ളത്. പ്രായശ്ചിത്തം ചെയ്യുന്നതിലൂടെ ധാരാളം അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് കടന്നു വരുന്നുണ്ട്. പ്രായശ്ചിത്തം ചെയ്യൽ ഒരു പഴയ ആചാരമായി കണക്കാക്കാതെ അത് നമ്മുടെ ഓരോരുത്തരുടെയും നിത്യ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായി നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കണമെന്ന് സഭ ആഗ്രഹിക്കുന്നുണ്ട്. കുംഭസാരം എന്ന കൂദാശയിൽ
അഞ്ചാമത്തെ കാര്യം ആയിട്ട് പറയുക, വൈദികൻ നിർദ്ദേശിക്കുന്ന പ്രായശ്ചിത്തം നിറവേറ്റണം എന്നാണ്. വൈദികൻ നമുക്ക് നിർദ്ദേശിച്ചു തരുന്ന പ്രായശ്ചിത്ത പ്രവൃത്തി അതുകൊണ്ട് മാത്രം തൃപ്തിപ്പെടാതെ നമ്മുടെ പാപങ്ങളെ അതിജീവിക്കുവാനും അതിന് ദൈവസന്നിധിയിൽ ഉചിതമായ പരിഹാരം ചെയ്യുവാനുമുള്ള കടമ നമുക്കുണ്ട് എന്ന് സഭ നമ്മളെ ഓരോരുത്തരെയും ഓർപ്പിക്കുകയാണ്. അപ്പോൾ ജീവിത കാലഘട്ടം മുഴുവൻ നമ്മൾ പ്രായശ്ചിത്തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. പ്രായശ്ചിത്ത പ്രവൃത്തികളിലൂടെ പാപസംബന്ധമായ ബന്ധങ്ങളിൽ നിന്നും വിടുതലിലേക്ക് പ്രവേശിക്കുവാൻ നമ്മൾ ഓരോരുത്തരും ഉത്സുകരാകണം എന്ന് സഭ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. ബൈബിൾ നമ്മളെ ഈ സത്യം വളരെ ആഴത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്താണ് നമ്മൾ പ്രായശ്ചിത്തം ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹം? 3 പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങളെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഒന്നാമതായി, പ്രായശ്ചിത്ത പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട അനുഗ്രഹം, നമ്മുടെ മേൽ വന്നിരിക്കുന്ന പാപത്തിൻ്റെ ശിക്ഷ നമ്മളെ മാറിപ്പോകും എന്നുള്ളതാണ്. യോനാ പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 5 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ നമുക്ക് വായിക്കാം. അവിടെ നമ്മൾ കണ്ടുമുട്ടും യോനാ പ്രവാചകൻ നിനിവേ നഗരത്തിലൂടെ നിനിവേയുടെ പതനത്തെപ്പറ്റി പ്രസംഗിച്ചു. ആ വചനം കേട്ട നിനിവേ നിവാസികൾ ഒന്നടങ്കം പശ്ചാത്തപിച്ചു. അവർ ഉപവസിച്ചു. അവർ തങ്ങളുടെ ശരീരത്തിലെ നല്ല വസ്ത്രങ്ങൾ മാറ്റി ചാക്കുവസ്ത്രം ഉടുത്ത് പരിഹാരം ചെയ്യുവാൻ, പ്രായശ്ചിത്തം ചെയ്യാൻ അവർ തയ്യാറായി. അവർ തങ്ങളുടെ തലയിൽ ചാരം പൂശി ഉപവാസമനുഷ്ഠിച്ചുകൊണ്ട് തങ്ങളുടെ പാപത്തിന് മാപ്പ് ചോദിച്ച് പ്രായശ്ചിത്ത പ്രവൃത്തികളിലൂടെ ദൈവസന്നിധിയിൽ മാപ്പ് ചോദിക്കാൻ അവർ തയ്യാറായി. അവരുടെ ഈ പ്രവൃത്തി കണ്ട ദൈവം എന്തു ചെയ്തു? ഇതാ തിരുവചനം 10-ാം വചനം പറയുകയാണ്, തങ്ങളുടെ ദുഷ്ടതയിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു എന്ന് കണ്ട ദൈവം മനസ്സ് മാറ്റി അവരുടെ മേൽ അയക്കുമെന്ന് പറഞ്ഞ തിന്മ അയച്ചില്ല. അവർ ന്യായമായും അനുഭവിക്കേണ്ടിയിരുന്ന അവരുടെ പാപത്തിൻ്റെ ശിക്ഷ അവരെ കടന്നു പോകുന്ന ഒരു രംഗമാണ് നമ്മൾ ഓരോരുത്തരും കാണുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും പരിഹാര പ്രവൃത്തി, പ്രായശ്ചിത്ത പ്രവൃത്തി നമ്മളെ പാപത്തിൻ്റെ അതികഠിനമായ ശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കും എന്ന് തിരുവചനം നമ്മളെ ഓരോരുത്തരെയും ഓർപ്പിക്കുകയാണ്. ആകയാൽ പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഇന്ന് പ്രായശ്ചിത്ത പ്രവൃത്തി ചെയ്യുന്നതിൽ നമ്മൾ ഉത്സുകരായിരിക്കുക, താല്പര്യം കാണിക്കുക, ചെറിയ ചെറിയ പ്രായശ്ചിത്തങ്ങൾ ഏറ്റെടുക്കാനായിട്ട് തയ്യാറാകുക. ഇത് സഭയുടെ വലിയ ഒരു ഉദ്ബോധനമാണ്. അതിന് ചെവി കൊടുക്കുവാനും നമ്മൾ നിരന്തരം പ്രായശ്ചിത്ത പ്രവൃത്തികളിലൂടെ നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുവാനും ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിക്കുന്നു. പ്രായശ്ചിത്ത പ്രവൃത്തികൾ നമുക്ക് നൽകുന്ന രണ്ടാമത്തെ അനുഗ്രഹത്തെ പറ്റിയാണ് ഇനി ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുക. നമ്മൾ ഇപ്രകാരമാണ് വിശുദ്ധ പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുക. വചനം പറയുന്നു, ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിൻ്റെ മനോഭാവം നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ. എന്തെന്നാൽ ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവൻ പാപത്തോട് വിടവാങ്ങിയിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ വചനഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണ് തിരുവചനം നമ്മളെ ഓർപ്പിക്കുക? യേശു ശരീരത്തിൽ പീഡനമേറ്റാണ് നമുക്ക് വേണ്ടി രക്ഷ സാധിച്ചു തന്നത്. യേശു ക്രിസ്തുവിൻ്റെ കുരിശിലെ ബലി അനിവാര്യമായ ഒരു സംഭവമായിരുന്നു. യേശു ക്രിസ്തുവിലെ കുരിശിലെ ബലി സംഭവിച്ചില്ലായിരുന്നു എങ്കിൽ എനിക്കോ നിങ്ങൾക്കോ
പാപമോചനം എന്ന അനുഗ്രഹം ലഭിക്കുമായിരുന്നില്ല. കാരണം ഹെബ്രായ ലേഖനത്തിൻ്റെ 10 അധ്യായം 4, 5 തിരുവചനങ്ങൾ ഇപ്രകാരം പറയുകയാണ്: കാളകളുടെയും കോലാടുകളുടെയും രക്തത്തിന് മനുഷ്യൻ്റെ പാപം നീക്കിക്കളയാൻ കഴിയുകയില്ല. അതുകൊണ്ട് ദൈവം അവന് ഒരു ശരീരം കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നപ്പോൾ പിതാവായ ദൈവം മറിയത്തിൻ്റെ ഉദരത്തിൽ യേശുക്രിസ്തുവിന് ഒരു ശരീരം ജന്മം കൊടുത്തു. ആ ശരീരം വളർന്ന് പൂർണ്ണ മനുഷ്യനായി അത് കുരിശിൽ ബലിയായി അർപ്പിക്കപ്പെട്ടു. അവിടെ അർപ്പിക്കപ്പെട്ട പരിശുദ്ധമായ ഈ ബലിയർപ്പണത്തിൻ്റെ യോഗ്യതയിലാണ് മാനവവംശത്തിന് 3 കാലങ്ങളിലുമുള്ള മാനവവംശത്തിന് മുഴുവൻ പാപവിമോചനത്തിൻ്റെ കൃപ ലഭിച്ചത്. യേശു തൻ്റെ കുരിശിലെ സഹനം വഴിയായിട്ടാണ്, വേദന വഴിയായിട്ടാണ് പാപത്തിന് പരിഹാരമായി തീർന്നത്. മാനവ സമൂഹത്തിൻ്റെ മുഴുവൻ പാപത്തിന് പരിഹാരമായി തീർന്നത് തൻ്റെ ശരീരത്തിൽ വേദന അനുഭവിച്ചാണ്, പീഡനമേറ്റാണ്. അപ്പോൾ പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, യേശുവിൻ്റെ ശരീരത്തിൽ അവിടുന്നേറ്റ പീഡനം, ആ പീഡനത്തിന് ഏറ്റ മനോഭാവം ഇന്ന് ഓരോ വിശ്വാസിക്കും ആയുധമായിരിക്കണം. ഓരോ വിശ്വാസിയും അപ്രകാരം പ്രവർത്തിക്കാൻ തയ്യാറാകണം എന്ന് പത്രോസ് അപ്പോസ്തലൻ ഉദ്ബോധിപ്പിക്കുകയാണ്. കാരണം ഓരോ വിശ്വാസിയും തങ്ങളുടെ പാപത്തിൻ്റെ കെട്ടുകളിൽ നിന്ന് മോചനം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ പരിശുദ്ധമായ ആ സഹനത്തോട് നമ്മുടെ സഹനങ്ങൾ ചേർത്ത് വെച്ചാലേ നമുക്ക് ആ സഹനങ്ങളിൽ നിന്ന്, ആ പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന്, കെട്ടുപാടുകളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാനായിട്ട് സാധിക്കൂ. ആര് ചെറിയ സഹനങ്ങളിലൂടെ ശരീരത്തിൽ സഹിച്ച് തൻ്റെ പാപത്തിൻ്റെ കെട്ടുകളെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുന്നു, അവനാണ് യേശു കുരിശിൽ വഹിച്ച ആ സഹനത്തിൻ്റെ യോഗ്യത വന്ന് നിറയുക. നമ്മുടെ സഹനം അത് വഴിയായിട്ടാണ് നമുക്ക് പാപമോചനം ലഭിച്ചത് എന്ന് വിചാരിക്കരുത്. നമ്മുടെ സഹനം ഒന്നുമല്ല, യേശുവിൻ്റെ സഹനമാണ് യോഗ്യതയുള്ള സഹനം. പാപവിമോചനത്തിന് യോഗ്യമായ പരിഹാരം യേശുവാണ്. യേശു അനുഭവിച്ചതുപോലെ സഹിക്കാൻ എനിക്കോ നിങ്ങൾക്കോ സാധിക്കുകയില്ല. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് യേശുവിൻ്റെ സഹനത്തോട് ഞാനും നിങ്ങളും താതാത്മ്യം പ്രാപിക്കണം. ചെറിയ സഹനം ശരീരത്തിൽ ഏറ്റെടുക്കണം. ചെറിയ സഹനം ശരീരത്തിൽ ഏറ്റെടുക്കണം. അങ്ങനെ സഹനമേറ്റെടുക്കുന്ന ഒരു ജീവിത പാതയാണ് പ്രായശ്ചിത്ത പ്രവൃത്തികളിലൂടെ ദൈവം നമുക്ക് ഒരുക്കി തരിക. സഹനമേറ്റെടുക്കുന്ന ജീവിതപാത, ചെറിയ ചെറിയ കൊച്ചു കൊച്ചു സഹനങ്ങൾ പാപപരിഹാരത്തിനായി സമർപ്പിക്കുന്ന രംഗം. അങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ പാപപരിഹാരത്തിൻ്റെ മേഖലകളിൽ വിടുതൽ, പാപപരിഹാരമായി തീർന്ന് നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലകളിൽ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുക. പ്രിയ സഹോദര, പ്രിയ സഹോദരി, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബലഹീനത എന്താണ്? നമ്മുടെ ബലഹീനത പാപത്തെ ഉപേക്ഷിക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നതാണ്. ബാക്കി എല്ലാ ബലഹീനതയേക്കാൾ ഏറ്റവും വലിയ ബലഹീനത ഇതല്ലേ? ഏറ്റവും വലിയ പ്രശ്നം ഇതല്ലേ? പാപത്തെ ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല. വീണ്ടും വീണ്ടും ഞാൻ ആ പാപത്തിലേക്ക് വീണു പോകുന്നു. ആ പാപത്തിലേക്കുള്ള സ്വാധീനം എന്നെ ഇതാ ഓരോ നിമിഷവും വലിച്ചിഴയ്ക്കുകയാണ്. പ്രിയ സഹോദര, പ്രിയ സഹോദരി, സഹനം സ്വീകരിക്കണം. ചെറിയ സഹനം സ്വീകരിക്കണം. സഹിച്ച്
ആ പാപത്തിൻ്റെ കെട്ടുകളിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ ശ്രദ്ധിക്കണം. ഇതാ വചനം പറയാണ്, ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവൻ പാപത്തോട് വിടവാങ്ങിയിരിക്കുന്നു. പാപത്തോട് വിട പറയാൻ യേശുവിൻ്റെ സഹനത്തോട് നമ്മുടെ കൊച്ചു സഹനം ചേർത്ത് വയ്ക്കുമ്പോഴാണ് അവിടെ കൃപയുയരുക. കൃപ, പാപത്തെ നമ്മിൽ നിന്നും വിടർത്തുന്ന കൃപ, പാപത്തെ നമ്മിൽ നിന്നും അകറ്റി നിർത്തുന്ന കൃപ, നമ്മുടെ ശരീരത്തിൻ്റെ പ്രവണതകളെ അതിജീവിക്കുവാനുള്ള കരുത്ത്, ശരീരത്തിൻ്റെ പ്രവണത അനുസരിക്കാനുള്ള പ്രേരണയാണ് നമുക്കുള്ളത്. അതിനെ മറുതലിക്കാനുള്ള കരുത്ത് ഇതാ ആ നിമിഷം നമ്മളിലേക്ക് വന്ന് നിറയുകയാണ്. ഈ കൃപയാണ്, ഈ അനുഗ്രഹമാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ളത്. ആകയാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക, യേശു തരുവാൻ ആഗ്രഹിക്കുന്ന ഈ കൃപ സ്വീകരിക്കാൻ തക്കവിധം നമ്മുടെ ജീവിതം ഒരുങ്ങിയിരിക്കണം. പ്രായശ്ചിത്തങ്ങളിലൂടെ നമ്മുടെ ജീവിതം, ചെറിയ സഹനങ്ങളിലൂടെ നമ്മുടെ ജീവിതം ഒരുങ്ങിയിരിക്കണം. ഒരുങ്ങി പ്രായശ്ചിത്തം ചെയ്ത് പാപത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കുവാനുള്ള കൃപ സ്വീകരിക്കുക. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സത്യം, കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 9-ാം അധ്യായം 27-ാം തിരുവചനത്തിൽ അപ്പോസ്തലൻ പറഞ്ഞു, സുവിശേഷം പ്രസംഗിച്ച ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കേണ്ടതിന് ഞാൻ എൻ്റെ ശരീരത്തെ ശിക്ഷിച്ച് നിയന്ത്രിച്ച് കീഴടക്കുന്നു. എൻ്റെ ശരീരം എൻ്റെ പരിധിയിൽ നിൽക്കുന്നില്ല, എൻ്റെ മനസ്സിൻ്റെ പരിധിയിൽ നിൽക്കുന്നില്ല. എൻ്റെ നിയന്ത്രണം വിട്ട്, എൻ്റെ ആജ്ഞ വിട്ട് പ്രവർത്തിക്കുന്നൊരു പ്രവണത എൻ്റെ ശരീരത്തിനുണ്ട്. അതാണ് പ്രിയപ്പെട്ടവരെ മനുഷ്യജീവിതത്തിൻ്റെ ബലഹീനത. കഴിഞ്ഞ നാളിൽ നാം പാപത്തിൻ്റെ സുഖമനുഭവിച്ചപ്പോൾ ആ സുഖം വീണ്ടും വീണ്ടും അനുഭവിക്കണമെന്ന് ശരീരത്തിന് ആഗ്രഹമുണ്ട്. നമ്മുടെ ശരീരത്തിനൊരു വിശപ്പുണ്ട്. ആ വിശപ്പ് അതിശക്തമാണ്. അതിശക്തമായൊരു വിശപ്പുണ്ട്. ശരീരത്തിൻ്റെ വിശപ്പ് അത് മരണം വരെ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഈ ശരീരത്തിൻ്റെ വിശപ്പിനെ നശിപ്പിച്ച് കളയാൻ കഴിയണമെന്നുണ്ടെങ്കിൽ അതിനുള്ള മരുന്ന് പ്രായശ്ചിത്ത പ്രവൃത്തിയാണ്. സഹനം ശരീരത്തിൽ സ്വീകരിക്കുക, ശരീരത്തിൽ സഹനം സ്വീകരിക്കുക. ആ സഹനം യേശുവിൻ്റെ സഹനത്തോട് ചേർത്ത് വയ്ക്കുക. അപ്പോൾ ആ സഹനത്തിൻ്റെ മേഖല കൃപയായിട്ട് രൂപാന്തരപ്പെടും, കൃപയായി രൂപാന്തരപ്പെടും. പൗലോസ് അപ്രകാരം ചെയ്തു. പൗലോസ് തൻ്റെ മാനസാന്തരമുണ്ടായ ആദ്യ ദിവസം തന്നെ എന്തു ചെയ്തു? അപ്പസ്തോല പ്രവർത്തനം 9-ാം അധ്യായം 9-ാം തിരുവചനം, അവൻ 3 ദിവസത്തേക്ക് ജലമോ ഭക്ഷണമോ കഴിച്ചില്ല എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുക. ജലപാനമില്ലാതെ, ഭക്ഷണമില്ലാതെ 3 ദിവസം അവൻ ഉപവസിച്ചു. പിന്നെ തൻ്റെ ജീവിതത്തിൻ്റെ ചരിത്രത്തിലുടനീളം അവൻ സഹനങ്ങൾ ഏറ്റെടുത്ത് തൻ്റെ ശരീരത്തിൻ്റെ ആശാപാശങ്ങളെ, അവൻ വിശപ്പിനെ അവൻ ദൂരീകരിച്ചു, വിശപ്പിനെ തന്നിൽ നിന്ന് അകറ്റി നിർത്തി. പ്രിയപ്പെട്ടവരെ, ഈ കൃപയിലേക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ ഉയർത്തണം. ദൈവം നമുക്ക് കൃപ തരും. നമ്മളിൽ ദൈവിക ശക്തി വന്ന് നിറയും. പ്രായശ്ചിത്തം ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി നമ്മളിൽ വന്ന് നിറയും. എന്തിനുള്ള കൃപ? പാപത്തെ അതിജീവിക്കാനുള്ള കൃപ നമ്മളിൽ വന്ന് നിറയും. ദൈവം നമുക്ക് തരുന്ന 3-ാമത്തെ അനുഗ്രഹമാണ്, പ്രായശ്ചിത്തം ചെയ്യുമ്പോൾ നാം സ്വീകരിക്കുന്ന 3-ാമത്തെ ആശീർവാദമാണ് അപ്പസ്തോല പ്രവർത്തനം 13-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കാണുക. അന്ത്യോക്യയിലുള്ള വിശുദ്ധർ,
അന്ത്യോക്യയിലുണ്ടായിരുന്ന പ്രവാചകന്മാർ അവർ ഉപവസിച്ച് കർത്താവിനെ ആരാധിക്കാൻ തുടങ്ങി. അവരുടെ ഉപവാസ ആരാധനയിൽ പരിശുദ്ധാത്മാവ് അവരോട് സംസാരിച്ചു എന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഉപവസിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയിൽ നമുക്ക് ലഭിക്കുന്ന വലിയ ഒരു അനുഗ്രഹമാണ് പരിശുദ്ധാത്മവർഷം, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവ് നമ്മളെ തൊടുന്ന ഒരനുഭവം. പ്രിയപ്പെട്ടവരെ, ആത്മാവ് നമ്മളിൽ വന്ന് നിറയും. ഉപവസിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ഉപവാസത്തോടുകൂടിയുള്ള പ്രാർത്ഥന പരിശുദ്ധാത്മ ശക്തിയെ നമ്മളിലേക്ക് ക്ഷണിച്ചു വരുത്തും. നമ്മളിപ്രകാരം കാണുന്നുണ്ട് യേശുവിൻ്റെ അനുഭവം. ലൂക്കായുടെ സുവിശേഷത്തിൽ 4-ാം അധ്യായം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക. യേശു മാമോദീസ സ്വീകരിച്ചപ്പോൾ ഇതാ യേശു പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു. അങ്ങനെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിട്ടാണ് യേശു ജോർദാനിൽ നിന്ന് മടങ്ങി അവൻ മരുഭൂമിയിലേക്ക് പോയത്. മരുഭൂമിയിൽ അവൻ പ്രായശ്ചിത്തം ചെയ്ത് 40 ദിവസം അവൻ ഉപവസിച്ചു. ഉപവാസം കഴിഞ്ഞപ്പോൾ ആത്മാവിൽ നിറഞ്ഞ യേശു ആത്മാവിൽ ശക്തിപ്പെട്ടു. 14-ാം തിരുവചനം എഴുതിയിരിക്കുകയാണ്, യേശു ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ ഗലീലയിലേക്ക് മടങ്ങിപ്പോയി. ഉപവാസം കഴിഞ്ഞപ്പോൾ, പ്രായശ്ചിത്ത പ്രവൃത്തികൾ ചെയ്തു കഴിഞ്ഞപ്പോൾ ആത്മാവ് ശക്തിയായി അവനിലേക്ക് പ്രവേശിച്ചു. ഒരു പവർ ശക്തിയായി അവനിൽ പ്രവേശിച്ചു. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമുക്കൊരു ദീർഘാവശ്യം. ആത്മാവ് ശക്തമായി നമ്മളിൽ പ്രവേശിക്കും. ആത്മാവ് ഒരു ശക്തിയായിട്ട് നമ്മളിൽ മാറും. പരിശുദ്ധാത്മാവ് എന്നിലും നിങ്ങളിലും ഒരു ശക്തിയായിട്ട് രൂപാന്തരപ്പെടും. പ്രായശ്ചിത്തം ചെയ്യുക. പ്രായശ്ചിത്തം ചെയ്യുന്നവരിൽ ആത്മാവ് ഒരു ശക്തിയായിട്ട് മാറും. വിശുദ്ധരെ നമ്മൾ കണ്ടിട്ടില്ലേ? വിശുദ്ധർ അവരുടെ ജീവിതത്തിൽ പ്രായശ്ചിത്തം ചെയ്തപ്പോഴാണ് അവരിൽ ആത്മാവ് ശക്തിയായി പ്രവർത്തിക്കാൻ തുടങ്ങിയത്. ആത്മാവ് അവരിൽ ഒരു ശക്തിയായിട്ട് രൂപാന്തരപ്പെട്ടു. പരിശുദ്ധാത്മാവ് അവരിൽ ശക്തിയായി രൂപാന്തരപ്പെട്ടു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പ്രായശ്ചിത്ത പ്രവൃത്തികളിലൂടെ ഈ ഒരു അനുഗ്രഹത്തിലേക്ക് നമുക്ക് കടന്നു വരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും സക്കേവൂസിനെ പോലെ പ്രായശ്ചിത്തത്തിൻ്റെ അരൂപി സ്വീകരിക്കുവാൻ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണാസമ്പന്നനായ ദൈവമേ, ഞങ്ങളുടെ ശരീരം, മനസ്സാത്മാവ് തിരുസന്നിധിയിലേക്ക് ഉയർത്തുകയാണ്. നീ 40 ദിവസവും 40 രാവും ഉപവാസമനുഷ്ഠിച്ച് പ്രായശ്ചിത്തം ചെയ്ത് ആത്മാവിൽ ശക്തനായതുപോലെ ഞങ്ങളും ആത്മാവിൽ ശക്തരാകുവാൻ, ആത്മാവ് ഞങ്ങളിലൊരു ശക്തിയായി രൂപാന്തരപ്പെടാൻ, പ്രായശ്ചിത്തത്തിൻ്റെ വഴി സ്വീകരിച്ച് ജീവിക്കുവാനുള്ള കൃപയിലേക്ക് ഞങ്ങളെയും ഉയർത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ.